എല്ലാ കൂട്ടുകാർക്കും ലാൽസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, അതും ദുഃഖവെള്ളിയാഴ്ച സ്പെഷ്യൽ മാങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച സ്പെഷ്യൽ കഞ്ഞിയും കൂടെ കുടിച്ചാലോ? നല്ല വെഡിച്ചില് മാങ്ങാച്ചാറാണ് ഇട്ട് വെച്ചേക്കുന്നത്, അതുപോലെ നല്ല പയറുതോരനുണ്ട്, പിന്നെ പോരാങ്കിൽ നല്ല കുത്തരി കഞ്ഞിയുണ്ട്. ഓക്കെ, ഇന്ന് ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ഇവിടെ ചീഫ് ഗസ്റ്റ് ഉണ്ട്. എവിൻ മോൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം നമ്മുടെ ഇളയ ആളാണ്, വിളിക്കൊരിച്ചിരി കൊടുക്കാം. അടിപൊളി കഞ്ഞി റെഡിയായി. ഈ കഞ്ഞിയിലോട്ട് കുറച്ച് പയർ കൂടി ഇട്ട് കൊടുക്കാം. ഇത് പള്ളിയിൽ തന്നെ പോയി കഴിക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റിങ് വരുത്തുള്ളൂ. നമുക്കിപ്രാവശ്യം അയർലൻഡിൽ നിന്ന് ഞങ്ങളെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ്. നല്ല ഒന്നാന്തരം മാങ്ങയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഒരു 3-4 ലഞ്ഞ് മേടിച്ചിട്ട് കൊണ്ടുവന്ന് അച്ചാറങ്ങിടാമെന്ന് വിചാരിച്ച്. കൊതി വരുന്നുണ്ടോ? എനിക്കറിയാം, എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കേട്ടോ. ചൂടുണ്ടോ എന്ന് നോക്കട്ടെ പപ്പ. മാങ്ങയൊക്കെ ഇടച്ച് കൊണ്ട് തരാം കേട്ടോ. അടിപൊളിയായിട്ട് കഴിക്കണേ. വന്നോ എങ്ങനുണ്ട്? സൂപ്പർ, പല സൂപ്പർ എന്ന് എല്ലാവരും കേക്കട്ടെ. സൂപ്പർ. പപ്പച്ചിരി കുടിക്കട്ടോ. ഓ, ഒന്നും പറയാനില്ല കേട്ടോ. ഈ മാങ്ങാച്ചാറ് ഇത് പൊളിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. വാ, അടിപൊളി. അപ്പൊ നമുക്ക് ഈ മാങ്ങാച്ചാറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നേരെ കിച്ചണിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച സ്പെഷ്യൽ മാങ്ങ അച്ചാർ. അപ്പം നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അയർലൻഡിൽ നിന്നുള്ള കാഴ്ചകളുണ്ട്, അയർലൻഡിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വീഡിയോസാണ് ഞങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു 4 വലിയ മാങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അവനെ നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലിട്ടിട്ട് അതിനകത്തോട്ടൊരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി ഞാനൊരു 2 ദിവസത്തോളം വെച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും. അതിൽ നിന്ന് വാർന്നു വരുന്ന വെള്ളം ഞാൻ അതിനകത്ത് തന്നെ ഇട്ടിരുന്നു, അത് കളഞ്ഞിട്ടില്ല. കാരണം അത് നമുക്ക് അച്ചാറിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു 10 പച്ചമുളകോളം വെച്ചിട്ടുണ്ട്. പിന്നീട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ഇഞ്ചി കൊത്തിയരിഞ്ഞതുണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞതുണ്ടായിരുന്നു. നന്നായിട്ട് മാങ്ങയുണ്ട്, അപ്പോൾ അതനുസരിച്ച് വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളകും കറിവേപ്പില ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നല്ല ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ 5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ തീയിലാണ് വെച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ചെറിയ തീയിൽ തന്നെ വെച്ച് ചെയ്യണം. പച്ചപ്പ് മണമൊക്കെ മാറുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം.
വറുത്ത് പൊടിച്ചെടുത്ത റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ഉലുവപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ഫ്ലേവർ വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ മാങ്ങ ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് നാൾ വെച്ചേക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ഒരു 100 ml വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മാങ്ങാച്ചാർ നിങ്ങൾക്ക് മാസങ്ങളോളം വെച്ചേക്കാൻ പറ്റും. വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഈസ്റ്ററിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് കഴിഞ്ഞ് മിച്ചം വരുന്ന സാധനം നമ്മൾ തന്നെ കഴിച്ച് തീർക്കണമല്ലോ. 100 ml വിനാഗിരിയോളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്, ബ്യൂട്ടിഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഈ മാങ്ങയുടെ വെള്ളം ഞാൻ ഇതിനകത്തങ്ങ് ചേർക്കുകയാണ്. അപ്പം നല്ല ഈ വിനാഗിരിയും ഈ മാങ്ങയുടെ പുളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും. ഈ വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കുന്നത് ആ വിനാഗിരിയുടെ കുത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് അച്ചാറിന് വേണമെങ്കിലും നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ വിനാഗിരിയുടെ കുത്ത് പിന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ തന്നെ നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് നേരെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വളരെ എളുപ്പമാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഒരല്പ ക്ഷമ വേണം. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂടാക്കി വരുമ്പോൾ ഓരോന്നോരോന്ന് അതിൻ്റേതായ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് ഇപ്പോൾ ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. വളരെ ധൃതി പിടിച്ച് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച, അതായത് 2 ദിവസം കഴിയുമ്പോൾ ദുഃഖവെള്ളിയാഴ്ചയാണ്. ആ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കഞ്ഞിയും പയറും മാങ്ങാച്ചാറും. പിന്നെ എന്ത് വേണം ദുഃഖവെള്ളിയാഴ്ചയ്ക്ക്? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ചെറിയ തീയിലാണ് ഇതിരിക്കുന്നത്, അതുകൊണ്ട് അധികം തീ വേണ്ട. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. എങ്കിലും ഞാനത് ഇളക്കി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തേക്കാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരല്പം എൻ്റെ കയ്യിലെടുത്ത് ഞാനൊന്ന് തിന്നു നോക്കട്ടെ. ഓ, ആ കല്ലുപ്പലൊക്കെ കടിക്കുമ്പോൾ എന്ത് രസമെന്നറിയോ? പെർഫെക്റ്റ്. ഓക്കെ, ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും ഈ ദുഃഖവെള്ളിയാഴ്ച ഇതുപോലെ അച്ചാറിട്ട് കഞ്ഞിയും പയറും കുടിക്കണം. ഒരു അടിപൊളിയായിരിക്കും. ഇത് വിനാഗിരി ഒഴിച്ചതുകൊണ്ട് എനിക്ക് ഏറെ നാൾ, ഒരു 2-3 മാസത്തോളം ഇത് വെച്ചേക്കാൻ പറ്റും. ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച സ്പെഷ്യൽ മാങ്ങ അച്ചാർ.